ഇന്ത്യ ഇംഗ്ലണ്ട് ആദ്യ T20യിൽ ഇന്ത്യ കളി ജയിച്ചിരിക്കുകയാണ്. ഇംഗ്ലണ്ട് ശരിക്കും നാണം കെട്ടു. ഇന്ത്യയുടെ ബാറ്റിങ്ങിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിച്ചില്ല. ഇന്ത്യ മികച്ച കളിയാണെന്ന് കാഴ്ചവെച്ചത്. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇംഗ്ലണ്ട് ഇന്ന് ഫസ്റ്റ് ബാറ്റിങ്ങിൽ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചത്. അവർക്ക് തുടക്കം തന്നെ വിക്കറ്റുകൾ നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. വരുൺ ചക്രവർത്തി മികച്ച ബൗളിംഗ് ആണ് കാഴ്ചവെച്ചത്. 3 വിക്കറ്റ് താരം നേടി. അതുപോലെ മറ്റു ബൗളേഴ്സിനും 2 വിക്കറ്റ് വീതം കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും നന്നായിട്ട് ബൗൾ ചെയ്തു. ഇതോടുകൂടി ഇംഗ്ലണ്ട് ചാരമായി മാറി. അതുപോലത്തെ പ്രകടനമാണ് ഇന്ത്യ ഇന്ന് ബൗളിംഗിൽ കാഴ്ചവെച്ചത്. 132 റൺസിൽ ഇംഗ്ലണ്ട് ഇന്ന് ഓൾ ഔട്ടായി. ഇംഗ്ലണ്ട് മികച്ചൊരു ടീമാണെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ ഇന്ത്യക്ക് ഇംഗ്ലണ്ട് ഒരു എതിരാളി പോലുമല്ലായിരുന്നു. പെട്ടെന്നാണ് ഇന്ത്യ കളി ജയിച്ചത്. പിന്നീട് ഇന്ന് ഇന്ത്യ സെക്കൻഡ് ബാറ്റിംഗിന് ഇറങ്ങി. തുടക്കം തന്നെ ഇന്ത്യക്ക് ഓപ്പണിംഗിൽ വന്നത് സഞ്ജുവും അഭിഷേകുമായിരുന്നു. രണ്ടുപേരും മികച്ച കളി പുറത്തെടുത്തു. സഞ്ജു തുടക്കത്തിൽ തന്നെ ഫയറായി. പവർ പ്ലേയിൽ സഞ്ജുവിന്റെ ഒരു വിളയാട്ടമാണ് നമ്മൾ ഇന്ന് കണ്ടിട്ടുണ്ടായിരുന്നത്. ഒരു 6ഉം 4 4ഉം അടക്കം 26 റൺസാണ് സഞ്ജു ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. സഞ്ജുവിന് 50 നേടാൻ സാധിച്ചില്ല, എങ്കിലും നല്ല സ്റ്റാർട്ട് കൊടുക്കാൻ സാധിച്ചു. പിന്നീട് വന്നത് സൂര്യയായിരുന്നു. സൂര്യ വന്നതും പോയതും വേഗത്തിലായിരുന്നു. സൂര്യകുമാർ ഡക്കിൽ പുറത്തായപ്പോൾ ഇന്ത്യ ശരിക്കും ഒന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് 4 നമ്പറിൽ തിലക് വർമ്മ കളിച്ചു. ഈ സമയത്ത് അഭിഷേക് ശർമ്മ ഒരറ്റത്ത് അടിച്ചു പറത്തി. ഇംഗ്ലണ്ട് ശരിക്കും നാണം കെട്ടു. അഭിഷേകിന്റെ ബാറ്റിന്റെ ചൂട് ഇംഗ്ലണ്ട് ശരിക്കും മനസ്സിലാക്കി. ഇംഗ്ലണ്ട് എങ്ങനെ എറിഞ്ഞിട്ടും അഭിഷേക് തലങ്ങും വിലങ്ങും ആക്രമിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇന്ത്യയെ പിടിച്ചു കെട്ടാൻ അവർക്ക് സാധിച്ചില്ല. പേര് കേട്ട ഒരുപാട് ബൗളേഴ്സ് ഇംഗ്ലണ്ടിനുണ്ടായിരുന്നു. ആര് പന്തെറിഞ്ഞിട്ടും ഇന്ത്യയെ ഒതുക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഇന്ത്യ ആദ്യ T20യിൽ വിജയിച്ചിരിക്കുകയാണ്. ഇന്നത്തെ മത്സരത്തിൽ എടുത്തു പറയേണ്ടത് അഭിഷേക് ശർമ്മയുടെ പേരാണ്. മികച്ച ബാറ്റിംഗ് ആണ് താരം പുറത്തെടുത്തത്. അതുപോലെ സഞ്ജു ബാറ്റിംഗിലും കീപ്പിംഗിലും മികച്ചു നിന്നു. ഇതേ കളി വരുന്ന മത്സരത്തിൽ തുടർന്നാൽ ഇന്ത്യക്ക് ഉറപ്പായിട്ടും ഈ ഒരു T20 സീരീസ് സ്വന്തമാക്കാൻ സാധിക്കും. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.